ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റെയിൽവേ എക്സാമിനായാലും കേറ്റഡ് സീറ്റഡ് പോലത്തെ എല്ലാ എക്സാമിനും സൈക്കോളജിയിൽ നിന്ന് ചോദിക്കുന്ന ഒരു മേജർ ഏരിയയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിങ്ങിൽ ഫസ്റ്റ് കൈൻഡ് ഓഫ് ഫാക്ടർ എന്ന് പറയുന്നതാണ് ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ ആരാണോ ലേൺ ചെയ്യുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ടേഴ്സ്. അതിലൊന്നാമതായിട്ട് വരുന്നതാണ് ഇൻ്റലിജൻസ് ലെവൽ. നമ്മൾ ഓരോരുത്തരുടെയും ഇൻ്റലിജൻസ് ലെവൽ വ്യത്യാസപ്പെട്ടിരിക്കും. അത് അനുസരിച്ച് അവരുടെ അവർ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ ഫാക്ടർ വേരി ചെയ്യും. രണ്ടാമത്തത് ലേണിംഗ് സ്റ്റൈൽ. അതായത് ചിലവർക്ക് പല കൈൻഡ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും ഉള്ളത്. അതായത് വിഷ്വലി കുറച്ച് പ്രശ്നമുള്ളവരുണ്ടാവും, ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ളവരുണ്ടാവും, കുറച്ച് ADHD പോലത്തെ കാര്യങ്ങളുള്ളവരുണ്ടാവും. അതെ, മൂന്നാമത്തെ ഫാക്ടറാണ് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഓരോരുത്തർക്കും നമുക്ക് സെൽഫ് മോട്ടിവേഷൻ കിട്ടുന്നതും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതും ആയിട്ടുള്ള മോട്ടിവേഷനും വ്യത്യസ്ത തരത്തിലുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്, നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ലേൺ ചെയ്യാൻ, അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മുടെ ഹെൽത്ത് ഓക്കെ, മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഓക്കെ ആയാൽ മാത്രമേ നമുക്കൊരു കാര്യം പഠിക്കാനും അത് നേരെ ചൊവ്വേ ലേൺ ചെയ്യാനും സാധിക്കുള്ളൂ. ദെൻ പ്രീവിയസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസസ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എൻറ്റയർലി നമുക്ക് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടേ ഇല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റിൽ. പക്ഷേ നമ്മൾക്കത് കുറച്ച് മുന്നേ പണ്ടേ നമ്മളത് പരിചയപ്പെട്ട് വന്ന ടോപ്പിക്കാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനൊരു ബേസ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആൻഡ് ഹോം എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ഓരോ കുട്ടിയും വരുന്ന വീട്ടിലെ സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വീട്ടിൽ, അതുപോലെ നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ്. രണ്ടാമത്തെ ഫാക്ടറാണ് ടീച്ചർ റിലേറ്റഡ് ഫാക്ടേഴ്സ്. ദാറ്റ് ഈസ് ഓരോ ടീച്ചേഴ്സിനും ഓരോ സ്റ്റൈലായിരിക്കും പഠിപ്പിക്കുന്നത്. ചില ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന രീതി ചിലവർക്ക് കൃത്യമായി മനസ്സിലാകും. എന്നാൽ ചിലവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചിലവർക്കത് ക്ലിയർ ആവണമെന്നില്ല. ദാറ്റ് ഈസ് ടീച്ചിങ് സ്റ്റൈൽ ആൻഡ് മെത്തേഡ്സ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എ ക്ലാസ് റൂം, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. പരസ്പരം അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഉണ്ട് എന്നത് ആ ലേണിങ്ങിനെ ഭയങ്കരമായി ബാധിക്കുന്ന ഒന്നാണ്. ദെൻ ആറ്റിറ്റ്യൂഡ് ടുവാർഡ് ലേണേഴ്സ്. ടീച്ചർ എല്ലാവരെയും എങ്ങനെ ഒരുപോലെ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ചില ടീച്ചേഴ്സിന് അവരോട് എങ്ങനെയാണ് ആ ലേണേഴ്സിനുള്ള ആറ്റിറ്റ്യൂഡ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സ്പെക്റ്റേഷൻ ലെവൽസ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. ദീസ് ആർ ടീച്ചർ റിലേറ്റഡ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഫാക്ടറാണ് എൻവയോൺമെൻറ്റൽ ഓർ സ്കൂൾ ഫാക്ടേഴ്സ്. ഇറ്റ് ഇൻക്ലൂഡ് ദ ക്ലാസ് റൂം സൈസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടീച്ചിങ് എയ്ഡ്സ്. നമ്മൾ പറയാറുണ്ട് എന്താണ്, നല്ല സ്ലൈഡ്സൊക്കെ യൂസ് ചെയ്ത് വിഷ്വലി പവർ പോയിൻ്റൊക്കെ വെച്ച് നമ്മൾ അവരെ അതൊക്കെ ഒന്ന് കാണിച്ച് പഠിപ്പിച്ചാൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. നമ്മളിങ്ങനെ ഒരേ കാര്യം കേട്ടുകൊണ്ടേയിരിക്കുന്നതിനേക്കാളും അത് കുറച്ചുകൂടി വിഷ്വലി കിട്ടിയാൽ, അല്ലെങ്കിൽ ഓഡിയോസ് ആയിട്ട് കേട്ടാൽ, അല്ലെങ്കിൽ അതൊരു റോൾ പ്ലേ പോലെയൊക്കെ ഇപ്പോൾ ലിറ്ററേച്ചറിലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചാൽ കുറച്ചുകൂടി ഈസിയായി അത് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. ഓഫ് കോഴ്സ് നമ്മളുടെ ഫ്രണ്ട്സ് ആരാണോ, അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ നമ്മൾ പിയേഴ്സായിട്ട്, എങ്ങനെയുള്ള പിയേഴ്സാണ് നമുക്കുള്ളത്. പിയർ മീൻസ് നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഓർ കൊളീഗ്സ്, അവരെങ്ങനെയാണോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് വലിയൊരു ഫാക്ടറാണ്. ദെൻ നോയിസ്, ലൈറ്റ് ആൻഡ് വെൻറ്റിലേഷൻ. ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഓർ സ്കൂൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
ദ നെക്സ്റ്റ് ഫാക്ടർ ഈസ് കണ്ടൻറ് ആൻഡ് കരിക്കുലം ഫാക്ടേഴ്സ്. ദാറ്റ് ഈസ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, കണ്ടൻറ്റിലുള്ള കാര്യങ്ങൾ, കരിക്കുലത്തിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ, അത് എത്രത്തോളം റെലവൻ്റ് ആണ്, അതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് കോണ്ടൻറ്റ്, ഏതൊക്കെ രീതിയിലാണ് ആ കോണ്ടൻറ്റ് നമ്മുടെ കരിക്കുലത്തിൽ അല്ലെങ്കിൽ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആൻഡ് യൂസ് ഓഫ് എക്സാമ്പിൾസ് ആൻഡ് ഇല്ലുസ്ട്രേഷൻസ്, ഇതെല്ലാം നമ്മൾ, അതായത് ഏതൊക്കെ എക്സാമ്പിൾസ്, എത്രത്തോളം മനസ്സിലാക്കാവുന്ന എക്സാമ്പിൾസാണ് നമുക്കതിൽ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻസി? നമുക്കറിയാം ഫാമിലിയാണ് നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള, നമ്മൾ ആദ്യമായിട്ട് ലേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സോഷ്യലൈസേഷൻ ഏജൻസി എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഇൻ ബിഹേവിയറിസം ലേണിംഗ് ഈസ് പ്രൈമർലി സീനസ്. നമുക്കറിയാം ബിഹേവിയറിസം ബിഹേവിയറിസത്തിൽ നമ്മൾ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, എങ്ങനെയാണ് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ അല്ലേ. ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നു, അതിനുണ്ടാകുന്ന റെസ്പോൺസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷനാണ് ബിഹേവിയറിസം. A simple question. Which learning theory emphasizes active construction of knowledge? We all know it is constructivism. എവിടെയാണോ ലേണിംഗ് നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുക, അത് കൺസ്ട്രക്റ്റിവിസം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസോർഡേഴ്സ് അഫക്റ്റ് എ ചൈൽഡ്സ് എബിലിറ്റി ടു റൈറ്റ് പ്രോപ്പർലി? ഏതാണ്? ഡിസ്ഗ്രാഫിയാണ് ഇനബിലിറ്റി ടു റൈറ്റ് എന്ന് പറയുന്നത്. ഡിസ്ലെക്സിയ വരുമ്പോൾ ഏതാ? റീഡ് ചെയ്യാൻ, ഇനബിലിറ്റി ടു റീഡ്. ഡിസ്കാൽക്കുലിയ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ആൻഡ് ഓട്ടിസം ഈസ് അനദർ ഡിസോർഡർ. വിച്ച് ഫാക്ടർ ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ലേണർ സെൻറ്റർഡ് ലേണിംഗ്? ഏതാണ്? റോട്ട് മെമ്മറൈസേഷൻ ആണ്.